നമസ്കാരം. ചാനലുകൾ തമ്മിലുള്ള മത്സരം അതിൻ്റെ എല്ലാ അതിർത്തികളും ലംഘിച്ചുകൊണ്ട് പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. ഞാൻ ഈ ജേർണലിസം പഠിച്ച വ്യക്തി എന്നുള്ള നിലയിലും നിരവധി ചാനലുകളിലും പത്രങ്ങളിലുമൊക്കെ ഗസ്റ്റായിട്ടും ആർട്ടിക്കിൾ എഴുതിയും പല രൂപത്തിൽ ബന്ധമുള്ള വ്യക്തി എന്നുള്ള നിലയിൽ പലപ്പോഴും അതിൻ്റെ ഇന്നർ സർക്കിളിൽ എനിക്ക് ആളുകളുമായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചാനൽ നടത്തുന്നത് ആരെന്ന് ചോദിച്ചാൽ ചാനലിൻ്റെ മുതലാളിയല്ല. ചാനലിൻ്റെ മുതലാളി പൈസ മുടക്കി എന്നുള്ളതല്ലോ. ഈ സിനിമയുടെ കാര്യം പറഞ്ഞത്, സിനിമാ നിർമ്മാതാവ് പൈസ മുടക്കിയാൽ സംവിധായകരും അതുപോലെ പ്രധാനപ്പെട്ട ആളുകൾ തീരുമാനിച്ചു. ചാനലിൻ്റെ മുതലാളിയല്ല ചാനലിൻ്റെ തീരുമാനം. അവിടെ ചാനലിൻ്റെ പത്രത്തിലും അങ്ങനെ തന്നെയാണ്. പത്രങ്ങൾക്ക് തീരുമാനമെടുക്കുന്നത് മാർക്കറ്റിംഗ് ഡിവിഷനാണ്, അഡ്വർടൈസ്മെൻറ്റ് വിഭാഗമാണ്. അവർ എല്ലാ ദിവസവും രാവിലെ എഴുന്നിട്ട് എത്ര അഡ്വർടൈസ്മെൻറ്റ് വന്നു, മാർക്കറ്റ് വിഭാഗം എത്ര മാർക്കറ്റിംഗ് നടത്താൻ പറ്റി, ഇത് രണ്ടു കൂട്ടരും കൂടെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ചാനലിനെ സംബന്ധിച്ചിടത്തോളം പത്രങ്ങളെ പോലെയല്ല. പത്രങ്ങൾക്ക് വരിക്കാരെ കൂട്ടിയാൽ പിന്നെ കുറച്ചു കാലത്തേക്ക് വലിയ പ്രശ്നമില്ല. ഒരു ഡ്രൈവൊക്കെ ഉണ്ടാക്കി, അതാണ് ദേശാഭിമാനിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡ്രൈവൊക്കെ ഉണ്ടാക്കി കുറേ വരിക്കാരെയും കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാലത്തേക്ക് പേടിക്കാനില്ല. ചാനൽ അങ്ങനെയല്ല. ഓരോ നിമിഷവും അതിന് പ്രധാനമാണ്, ഓരോ പരിപാടിയും പ്രധാനമാണ്. അങ്ങനെ ചാനൽ റേറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതിനകത്ത് റിപ്പോർട്ടർ ചാനൽ, മരമുറി ചാനൽ ചെയ്ത തെമ്മാടിത്തരത്തെക്കുറിച്ചൊക്കെ 24 hour കൊണ്ട് കേസ് കൊടുത്തു. അത് വലിയ വിവാദമുണ്ട്. അതായത് ബാർക്ക് റേറ്റിങ്ങിനെ കൂട്ടാൻ വേണ്ടി കാശ് കൊണ്ട് കൊടുത്തു, അത് ആ ചെയ്യുന്ന കമ്പനിക്കാരെ സ്വാധീനിച്ചു എന്നുള്ള അത് വേറെ വാർത്തയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് അതല്ല. ഒരു ദൂരദർശനം ഉണ്ടായിരുന്ന സ്ഥലത്ത് പിന്നെ ഒരു ഏഷ്യാനെറ്റ് വന്നു. ഏഷ്യാനെറ്റ് വന്നതിന് ശേഷം ഏഷ്യാനെറ്റിൻ്റെ എൻ്റർടൈൻമെൻറ്റ് ചാനൽ വരുന്നു. പിന്നെ ന്യൂസ് ചാനലുകളുടെ പ്രളയം തന്നെ വന്നു. എൻ്റർടൈൻമെൻറ്റ് ചാനലുകളും വന്നു. 24 വരുന്നതോടുകൂടി ന്യൂസ് ചാനലുകൾക്ക് വേറൊരു ഹൈപ്പ് അവരുണ്ടാക്കി. ശ്രീകണ്ഠൻ നായർ എന്ന വ്യക്തിയെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടും ഓഗ്മെൻറ്റേഷൻ റിയാലിറ്റി ഷോകളും ഒക്കെ നടത്തി AI-യുടെയും അതുപോലെ തന്നെ വലിയ ടെക്നോളജിയുടെ ബൂമുണ്ടാക്കി അവർ വലിയ പേരെടുത്തു. അവിടെ ഡോക്ടർ അരുൺകുമാറിനെ പോലെയുള്ള സഹാറ അരുണൊക്കെ ഉണ്ടായിരുന്നു. സഹാറ അരുൺ അവിടെ നിന്ന് മാറിയതിന് ശേഷം റിപ്പോർട്ടറിൽ പോയി. അവർ സുജയ പാർവതിയും സഹാറ അരുണും ശ്രീപരത്തിക്കാടും കുറേ ആളുകളെ കൊണ്ടുവന്ന് റിപ്പോർട്ടറിനും ഭയങ്കര ഹൈപ്പ് ഉണ്ടാക്കി. ഇപ്പോഴിതാ മറ്റൊരു ചാനൽ വരുന്നു, ബിഗ് TV വരുന്നു. ആ ബിഗ് TVയിലേക്ക് ആര് പോകുന്നു? നമ്മുടെ സുജയ പാർവതി പോയി. വേണു മാതൃഭൂമിയിലും മീഡിയ വണിലൊക്കെ ഉണ്ടായിരുന്ന വേണു പോയി, 24 ഉണ്ടായിരുന്ന വേണു പോയി. ഇങ്ങനെ ഒത്തിരി ആളുകളെ നല്ല ഹൈ പെർക്സ് കൊടുത്തും നല്ല പൊസിഷനുകൾ കൊടുത്തുമൊക്കെ ബിഗ് TVയിലേക്ക് അനിൽ അയിരൂർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പുതിയൊരു ചാനൽ കൂടി വരുന്നു. ഇത് വരുമ്പോഴുള്ളൊരു പ്രശ്നം, വീണ്ടും അഡ്വർടൈസ്മെൻറ്റ് വിഭാഗത്തിലിരിക്കുന്നവർക്ക്, റേറ്റ് നോക്കാനിരിക്കുന്നവർക്ക്, റീച്ച് നോക്കാനിരിക്കുന്നവർക്ക് വീണ്ടും ടെൻഷൻ കൂടും. അവരുടെ BP ഷുഗറും ഒക്കെ വീണ്ടും കൂടും. അവർക്ക് ഗ്യാസ് വീണ്ടും ഇളകും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പരിപാടികളിൽ എന്ത് മാറ്റം വരുത്തണം? ഞാനിത് പറഞ്ഞു വരുന്നത്, ഇപ്പോൾ തമ്മിൽ എന്നൊരു പരിപാടി ഏഷ്യാനെറ്റിൽ നേരത്തെ ഇതുപോലെ നമ്മൾ തമ്മിലോ അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. ശ്രീകണ്ഠൻ നായരുടെ ഏഷ്യാനെറ്റിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അന്ന് ശ്രീകണ്ഠൻ നായരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ചാനൽ അവതാരകൻ മാത്രമാണ്. അദ്ദേഹം ഓടുന്നു, ചാടുന്നു, ഓരോരുത്തർക്ക് മൈക്ക് കൊടുക്കുന്നു, ഇക്കളിപ്പെടുത്തുന്നു, ആളുകളെ കൊണ്ട് മസാല പറയിക്കുന്നു, നേരത്തെ തന്നെ മുൻകൂട്ടി പറഞ്ഞിരുത്തി കുറച്ച് മസാലയൊക്കെ അങ്ങനെ പല രൂപത്തിൽ ശ്രീകണ്ഠൻ നായർ അതിനൊരു ആൾക്കൂട്ടം ഉണ്ടാക്കിയെടുക്കുന്നതിലും മലയാളികളുടെ ചാനൽ കാണുന്ന ബോധത്തിൽ ഒരു വലിയ വളർച്ച ഉണ്ടാക്കിയെടുക്കുന്നതിനൊക്കെ ശ്രീകണ്ഠൻ നായർ കഴിഞ്ഞു. ആ വ്യക്തിക്ക് ഒരു ബിംബമായി ശ്രീകണ്ഠൻ നായർ വളരുകയും ചെയ്തു. രണ്ടും സംഭവിച്ചു. ചാനലിനും റീച്ച് ഉണ്ടായി, ശ്രീകണ്ഠൻ നായർ വളർന്നു. ആ റീച്ചും വളർച്ചയൊക്കെ തന്നെയാണ് ശ്രീകണ്ഠൻ നായർക്ക് ഒരു താരമൂല്യം ഉണ്ടായതും. അതുകൊണ്ടാണ് 24-ൽ ഗോകുലം ഗോപാലനും സംഘവും അമേരിക്കയിലെ വ്യവസായിയും ഒക്കെ പണം മുടക്കാൻ തീരുമാനിച്ചപ്പോൾ ശ്രീകണ്ഠൻ നായരുടെ പ്രപ്പോസലിന് എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ട് ശ്രീകണ്ഠൻ നായരെ തന്നെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ശ്രീകണ്ഠൻ നായർ ഷോ, മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ, കോഫി വിത്ത് ശ്രീകണ്ഠൻ നായർ, പിന്നെ ഈവനിങ് വിത്ത് ശ്രീകണ്ഠൻ നായർ, അങ്ങനെ ശ്രീകണ്ഠൻ നായരുടെ ഒരു പ്രളയമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ കഥ ഒരു ചാനൽ കൂടി വരുന്ന കഥയിലേക്ക് പോയപ്പോൾ ഇതിനിടയിൽ റിപ്പോർട്ടർ ചാനൽ ഇടയ്ക്കെങ്കിലും ചെറിയ നിമിഷങ്ങളിലോ ചെറിയ മണിക്കൂറിലോ ചെറിയ ദിവസങ്ങളിലോ ചെറിയ ആഴ്ചകളിലോ ചെറിയ മാസങ്ങളിലോ അവർ മാർക്ക് റേറ്റിംഗിൽ മുന്നിൽ പോയി. ഏഷ്യാനെറ്റിൻ്റെയും മുന്നിൽ പോയി, വീണ്ടും ഏഷ്യാനെറ്റ് മുന്നിൽ പോയി. ഇങ്ങനെ ചാടിക്കളിക്കുകയാണ് ഈ ചാനലുകൾ തമ്മിൽ. ഈ ചാടിക്കളിയിലിടയിലാണ് ബിഗ് TVയും കൂടെ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് 24-ന് ഒന്നുകൂടി പിടിച്ചു നിൽക്കേണ്ടതുണ്ട്. അവർ ഇപ്പോൾ 2-3 റേറ്റിംഗിൽ 1-2 പ്രാവശ്യം അവർ താഴേക്ക് പോയി. മനോരമയുടെ ഒപ്പം പോയി, മനോരമയ്ക്കും താഴേക്ക് പോയി. ഇപ്പം മനോരമ മാതൃഭൂമിയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു റേറ്റിൽ അങ്ങനെ നിൽക്കുകയാണ്. ഒരുപാട് ഹൈപ്പും ഇല്ല, ഒരുപാട് താഴെയുമല്ല. പക്ഷേ അത് മറ്റു ചിലരാണെങ്കിൽ വളരെ താഴെയാണ്. എന്നാൽ വളരെ മുകളിലേക്ക് പോയി, വളരെ താഴോട്ടല്ല, ഇടയ്ക്കിടയ്ക്ക് താഴോട്ടും മിഡിൽ പാർട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചാനലുകളാണ് ഏഷ്യാനെറ്റും റിപ്പോർട്ടറും 24-ഉം. അതിനകത്ത് 24-ഉം റിപ്പോർട്ടറുമാണ് കൂടുതൽ വരുന്നത്. ഏഷ്യാനെറ്റ് അങ്ങനെ വരുന്നില്ല. വീണ്ടും അവർ നിൽക്കുന്നു, ചെറുതായിട്ട് ചാടുന്നു, വീണ്ടും മുകളിലോട്ട് തന്നെ അവർക്ക് അവരുടെ ഓസിലേഷൻ്റെ റേറ്റ് കുറവാണ്. അതേസമയം 24-ഉം പിന്നെ റിപ്പോർട്ടറും വളരെ വലിയ തോതിലാണിത്
ഇത് ഫീൽ ചെയ്യുന്നത്. അതിൽ 24 അത് ഫീൽ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം വീണ്ടും ശ്രീകണ്ഠൻ നായർ തമ്മിൽ എന്നൊരു പരിപാടിയുമായി വന്നിട്ടുണ്ട്. ആ പരിപാടി കൊണ്ടുവന്നതിനോ അതിനകത്ത്, പക്ഷേ ശ്രീകണ്ഠൻ നായർ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, കാരണം ശ്രീകണ്ഠൻ നായർ ഏഷ്യാനെറ്റിൽ പരിപാടി അവതരിപ്പിക്കുന്ന അവതാരകനല്ല ശ്രീകണ്ഠൻ നായർ. അവിടെ നിന്ന് വളരെ ഉയരങ്ങളിലേക്ക് ശ്രീകണ്ഠൻ നായർ പോയി എന്ന് മാത്രമല്ല, പൊതുസമൂഹം ശ്രീകണ്ഠൻ നായരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കുറച്ചുകൂടി വ്യത്യസ്തമായ പരിപാടികളാണ്. ഒരു അരുണിനെ ശ്രീകണ്ഠൻ നായർ അവിടെ കൊണ്ടുപോയി വളർത്തിയെടുത്തതുപോലെ ഇനിയും നിങ്ങൾ ഒരുപാട് പേരെ അതിനകത്ത് കൊണ്ടുപോയി വളർത്തിയെടുക്കണം. തീർച്ചയായിട്ടും ചിലപ്പോൾ വളർത്തിയെടുക്കുന്നവർ നമ്മളെ തലയ്ക്ക് വെട്ടും, അത് വേറെ കാര്യം, വെട്ടിയിട്ട് പോകും, അതൊക്കെ ശരിയാണ്. പക്ഷേ എന്തായാലും ആളുകളെ വളർത്തിയെടുക്കണം. ഒന്നാമത്തെ വിഷയം, തമ്മിൽ വിഷയങ്ങൾ സെലക്ട് ചെയ്യുന്നതിലും തമ്പിടുന്നതിലുമൊക്കെ ശ്രീകണ്ഠൻ നായരുടെ പരിപാടിയാണെങ്കിൽ, ശ്രീകണ്ഠൻ നായർ നേരിട്ട് പങ്കെടുക്കുന്നതാണെങ്കിൽ താങ്കൾക്കൊരു ആഡിയൻസ് ഉണ്ട് എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ചോദിക്കും, ആദർശം അല്ലെങ്കിൽ ഐഡിയോളജി മാത്രം കൊണ്ടുപോകാൻ പറ്റില്ല. എന്നാൽ പിന്നെ ഐഡിയോളജി മുഴുവൻ ഉപേക്ഷിച്ചിട്ട് കച്ചവടം മാത്രം കൊണ്ടുപോകാൻ പറ്റും, അതും പറ്റത്തില്ല. ഇതിനകത്തൊരു ബാലൻസിങ് ആവശ്യമുണ്ട്, വളരെ കൃത്യമായ ഒരു സന്തുലിതാവസ്ഥ ആവശ്യമുണ്ട്. അത് ശ്രീകണ്ഠൻ നായർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആളുകളെ ഗസ്റ്റുമാരെ തിരഞ്ഞെടുക്കുന്നതായാലും അതുപോലെ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതായാലും വളരെ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ തൽക്കാലം ആൾക്കൂട്ടം കൂടെ വരും, ഇതേ ആൾക്കൂട്ടം തന്നെ ചവിട്ടിക്കളയും. കാരണം ശ്രീകണ്ഠൻ നായർ തന്നെ പല വേദികളിലും പോയി, അല്ലാത്ത ഓഫ് ആൻഡ് വേദികളിൽ പോയി ഈ ചാനലുകളുടെ ദുഷിച്ച സംസ്കാരത്തെക്കുറിച്ചും താങ്കളുടെ ഭാര്യയെക്കുറിച്ച് വളരെ മോശമായി സോഷ്യൽ മീഡിയ ആളുകൾ പറഞ്ഞതിനെക്കുറിച്ചുമൊക്കെ താങ്കൾ അഭിപ്രായം പറഞ്ഞ ആളാണ്. താങ്കളുടെ ഭാര്യയെക്കുറിച്ച് ഇല്ലാത്തൊരാക്ഷേപം പറഞ്ഞ് റീച്ച് കൂട്ടാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ താങ്കളുടെ തിയറി അനുസരിച്ചാണെങ്കിൽ റീച്ച് കൂട്ടാൻ വേണ്ടി എന്തും ചെയ്യാമല്ലോ. അപ്പോൾ ആ റീച്ചല്ലേ പ്രധാനം, പൈസയല്ലേ പ്രധാനം. അങ്ങനെ റീച്ചിന് വേണ്ടി ഒരു പെൺകുട്ടി, ഞാൻ പേര് പറയുന്നില്ല, ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ് അവർ, ഒരു ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കൊന്നു, എന്ന് തന്നെ പറയേണ്ടി വരും. എന്തിനു വേണ്ടി? റീച്ചിന് വേണ്ടി. റീച്ചിൻ്റെ പ്രിൻസിപ്പിൾ വെച്ച് നമ്മൾ ചിന്തിച്ചാൽ, പണത്തിൻ്റെ പ്രിൻസിപ്പിൾ വെച്ച് ചിന്തിച്ചാൽ, അധികാരത്തിൻ്റെ പ്രിൻസിപ്പിൾ വെച്ച് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പലതും ചെയ്യേണ്ടി വരും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മൾ ചെയ്യുമ്പോൾ ശരിയും നമ്മൾക്കെതിരെ മറ്റൊരാൾ ചെയ്യുമ്പോൾ തെറ്റും എന്ന് പറയാൻ കഴിയില്ല. ഞാനിത് പറഞ്ഞത് കഴിഞ്ഞ 2 മാസം മുമ്പാണ്. ശ്രീകണ്ഠൻ നായരുടെ ഒരു വേദിയിൽ, ടെലിവിഷൻ ചാനലുകാരുടെ ഒരു സംഘടനയുടെ വേദിയിൽ ശ്രീകണ്ഠൻ നായർ വളരെ സങ്കടത്തോടുകൂടി പറഞ്ഞു, താങ്കളുടെ കുടുംബത്തിലേക്ക് വരെ എത്തി നോക്കിയിരിക്കുന്നു. താങ്കളുടെ ഭാര്യ താങ്കളോട് ചോദിച്ചു, ഇങ്ങനെ നമ്മളൊരു ചാനലൊക്കെ നടത്തുന്നത് കൊണ്ടല്ലേ എൻ്റെ കുടുംബത്തിലേക്ക് വരെ കയറി അവർ കളിച്ചത്. കളിച്ചവർക്കൊരു തിയറിയേ ഉള്ളൂ ശ്രീകണ്ഠൻ നായർ സാറേ. കളിച്ചവരുടെ തിയറി എന്താണ്? റീച്ച് കൂട്ടുക, പണം ഉണ്ടാക്കുക. അപ്പോൾ ഡിജിറ്റൽ ചാനലായാലും യൂട്യൂബ് ചാനലായാലും സാറ്റലൈറ്റ് ചാനലായാലും പണം കൂട്ടുക എന്നുള്ള, വ്യൂവേഴ്സിനെ കൂട്ടുക എന്നുള്ള, അല്ലെങ്കിൽ റേറ്റ് കൂട്ടുക എന്നുള്ള ഒരു അജണ്ടയിലേക്ക് മാത്രം നിന്നാൽ മറ്റു പലതും നഷ്ടമാകും. അത് നമുക്ക് നഷ്ടമാകും, കൂടെയുള്ളവർക്ക് നഷ്ടമാകും. നമുക്ക് നേരെ വരുമ്പോൾ നമുക്കതിൻ്റെ വേദന മനസ്സിലാവും. അത് റീച്ചിന് വേണ്ടി, പണം കൂട്ടുന്നതിന് വേണ്ടി, എണ്ണം കൂട്ടുന്നതിന് വേണ്ടി, വ്യൂവേഴ്സിനെ കൂട്ടുന്നതിന് വേണ്ടി വളരെ വികലമായ, താങ്കളുടെ ഭാര്യയെക്കുറിച്ച് പോലും ഇങ്ങനെ ചാനലുകളിൽ മോശമായി പിന്നെ പലരും സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോൾ താങ്കൾക്കുണ്ടായൊരു വികാരമുണ്ടല്ലോ, അതിനെ നമ്മൾ മാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, പൊതുസമൂഹത്തിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ ഒരു ബാലൻസിങ് ഇല്ലെങ്കിൽ കൃത്യമായി വീണുപോകും. തൽക്കാലം നമ്മൾ എടുത്തുയർത്താൻ ആളുകളുണ്ടാവും, റീച്ചും കൂടും, വീണാൽ വളരെ പടുകുഴിയിലേക്ക് വീഴുന്നത്. ഇത് ശ്രീകണ്ഠൻ നായർക്ക് മാത്രമല്ല, നമ്മുടെ റിപ്പോർട്ടർ ചാനലിനായാലും ഏത് ചാനലിനായാലും ഏത് മാധ്യമത്തിനായാലും ഇതൊരു വളരെ പ്രധാനമാണ്. തിരുവനന്തപുരത്തെ വലിയ ആളുകൾ വായിച്ചിരുന്ന, ഒരുപാട് റീച്ച് ഉണ്ടായിരുന്ന ഒരു പത്രമാണ് തനിനിറം. പക്ഷേ അത് ആ ഒരു കട്ട മസാലയൊക്കെ എഴുതിയപ്പോൾ ആളുകൾ പിടിച്ച് കയറി വായിച്ചു. പക്ഷെ പിന്നെ വെറും മസാല ആയപ്പോൾ അതേ ജനം തന്നെ കളഞ്ഞു. അങ്ങനെ എത്ര സംഭവങ്ങൾ. അതുകൊണ്ട് കാലത്തിന് എല്ലാം കാലത്തിൽ തീരും, പക്ഷെ കാലാതീതമായി നിൽക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ആവശ്യമുണ്ട് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു.